നമസ്കാരം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. മുണ്ടുകൊടുക്കുന്നതിൽ ഒരു വീരൻ തന്നെയെന്ന് അച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല കേട്ടോ, ഇത് അവൻ്റെ വീട് തന്നെയാണ്. അവൻ്റെ വീടെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ചാമ്മൻ്റെ വീട്. അവിടെ ചെറിയ പണികളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആൻറ്റി വിളിച്ച് പിന്നെ അവരെ വീട്ടിലേക്ക് പോയത്. വേറെ ഒന്നുമില്ല ഗൈസ്, ഒരു ഗ്യാസ് ഊറ്റി എടുത്ത് വയ്ക്കാനാണ്. സംഭവം വീരനായ അച്ചു കൂടെയുള്ളപ്പോൾ ഞാൻ കൂടെ പോയതാണ്. അതെടുക്കാനും വിളിച്ചത് വീരനായ അച്ചുവിനെ തന്നെ. അപ്പോൾ അവൻ തന്നെ അത് ഫിക്സ് ചെയ്യുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമുക്കൊരു പാഴ്സൽ വന്നു. സംഭവമൊന്നുമില്ല ഗൈസ്, ഞാൻ നേരത്തെ ഓർഡർ ചെയ്തൊരു ട്രൈപോഡാണ്. അത്യാവശ്യം ഒരു ഹൈറ്റുള്ള സാധനമാണ് ഓർഡർ ചെയ്തത്. സംഭവം വന്നപ്പോൾ കണ്ടില്ലേ, ചെറുതായിപ്പോയി. ചെറുതെന്ന് പറഞ്ഞാൽ പോലെ തീരെ ചെറുത്, നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെയൊക്കെ മോഡൽ. പിന്നെ അതും റിട്ടേൺ അയച്ചിട്ട് ഞാൻ നേരെ കടയിൽ പോയി. കടയിൽ ചെന്നപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബറാണ്. ആളെത്തി കുരുത്തേക്കേടാണ്. നമ്മുടെ കടയിലെ തൊട്ടപ്പുറത്തുള്ള ലാബിലുള്ള ചേച്ചിയുടെ മോനാണ്. അവൻ എപ്പോൾ ഞാൻ അവിടെ ചെന്നാലും അവിടെ കാണും. പുള്ളിക്കാരനോട് കളിച്ച് ചെന്നപ്പോഴാണ് നമ്മുടെ പയ്യൻ വന്നത് അവൻ്റെ കാക്കാരെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വിളിക്കാനാണ്. ബർത്ത്ഡേക്ക് വെറുതെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ പോയതിന് ശേഷം ഞാൻ നേരെ കടയിലേക്ക് പോയി. കുഞ്ഞിനൊരു ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. കുഞ്ഞിനൊരു ഡ്രസ്സ് എടുത്ത് ഞാൻ നേരെ പോയത് നമ്മുടെ ഹസനെ പിക്ക് ചെയ്യാനാണ്. നേരത്തെ സൽമാൻ ഹസൻ്റെ വീട്ടിൽ മേടിച്ച് വെച്ചത് സൈക്കിളാണ് കേസ്. അതും കൊണ്ടാണ് നമ്മുടെ പോക്ക്. സംഭവം നമ്മൾ ഇത്തിരി അധികം ലേറ്റായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം നമ്മളാണ് ലാസ്റ്റ് അവിടെ ചെന്നത്. അവിടെ ഇരുന്ന് അവൻ്റെ കാക്കയോടും ബാക്കിയുള്ളവരുടെ കുറേ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, ഹസനെ ഒരു പാവയും പ്രൊമോട്ട് ചെയ്ത് നിൽക്കുക. സൽമാൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഒരു കിട്ടിലം ബിരിയാണിയും കഴിച്ച് നമ്മൾ പരിപാടി ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴേക്കും അതേ കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞുമോള് അവൾ ഉറക്കണിട്ടുണ്ട്. അവൾ സൈക്കിൾ ഓട്ടി കളിക്കുക. കൊച്ചിനെ സോപ്പിട്ട് കയ്യിലെടുക്കാനുള്ള പരിപാടി ആസൻ. പക്ഷേ എന്ത് ചെയ്യാൻ, കൊച്ചവനെ മൈൻഡ് പോലും ചെയ്തില്ല. ക്യാമറ ഉണ്ടപ്പോൾ അവൾ എന്നെ മൈൻഡ് ചെയ്തു. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.